റേഡിയോ മലയാളം 98.6 ഖത്തർ മലയാളികളുടെ സ്വന്തം ചെങ്ങായി ടേക്ക് ഓഫ് ആണ് കേട്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ടേക്ക് ഓഫിൽ കൂടെയുള്ളത് ജിബിനാണ്. നമ്മളുടെ കൂടെ ഇപ്പോൾ നമ്മൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു താരമാണ് ജോയിൻ ചെയ്യാൻ വേണ്ടി പോകുന്നത്, മാത്യു തോമസ്. അദ്ദേഹം ഒരുപാട് കിടിലൻ സിനിമകളുമായിട്ട് നമ്മളുടെ മുമ്പിലേക്ക് വരുന്നു. നല്ല കിടിലനായിട്ടുള്ള സിനിമകൾ, വലിയ വിജയമായിട്ടുള്ള സിനിമകളൊക്കെ ഉണ്ടാവുന്നു. ഇപ്പൊ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് പറയുകയാണെങ്കിൽ സുഖമാണ് എന്ന് പറയുന്ന സിനിമ. പേര് കേൾക്കുമ്പോൾ തന്നെ നല്ല സുഖമുണ്ടല്ലേ മാത്യു? സുഖമാണോ? സുഖമാണ്. അപ്പൊ സുഖമാണ് എന്ന് പറയുന്ന മൂവി ഭയങ്കര നല്ല അഭിപ്രായങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്നു. വളരെ പോസിറ്റീവ് ആയിട്ടുള്ള റിവ്യൂസ് കാര്യങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു. അപ്പൊ എന്താണ് ഈ ഒരു സിനിമയെ പറ്റി പറയുകയാണെങ്കിൽ? ഭയങ്കര ഹാപ്പിയാണ്. പറഞ്ഞ വളരെ ഒരു ചെറിയ സിനിമയാണ്. എന്താ പറയാ, ഭയങ്കര 3 ക്യാരക്ടേഴ്സും അവരുടെ ചെറിയ ലൈഫും അതിലുണ്ടാവുന്ന പ്രശ്നങ്ങളൊക്കെ അങ്ങനത്തെ ഒരു സിനിമയാണ്. അപ്പൊ അതിന് ഇത്രയും പേർക്ക് കണക്ട് ആവുന്നുണ്ട്, അവർക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് അറിയുന്നതിൽ വളരെയധികം സന്തോഷമുണ്ട്. ഭയങ്കര ഹാപ്പിയാണ്. ഇപ്പോ നോക്കുകയാണെങ്കിൽ മറ്റു പല ഭാഷകളിൽ വിജയുടെ കൂടെ അഭിനയിക്കാനുള്ള ഒരു അവസരം കിട്ടുന്നു. ഇതൊക്കെ ഒരു വലിയ ലക്കായിരുന്നു ജീവിതത്തിൽ വരുന്നത് പറയുന്നത്. കഴിഞ്ഞതിന് ശേഷം പിന്നീടും റൊമാൻസ് പോലുള്ള സിനിമകളൊക്കെ വലിയ വിജയമായിട്ട് വരുന്നത് കണ്ടിട്ടുണ്ടായിരുന്നു. ആൻഡ് ഇപ്പൊ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് നെല്ലിക്കാമ്പൊയിൽ നൈറ്റ് റൈഡേഴ്സ് എന്ന് പറയുന്ന മൂവി OTT റിലീസ് ആയിട്ട് വന്നു. അതിനും OTT എനിക്ക് തോന്നുന്നു തിയേറ്ററിൽ കിട്ടുന്നതിനേക്കാൾ കൂടുതൽ അക്സെപ്റ്റൻസ് OTT കിട്ടിയതായിട്ട് ഫീൽ ചെയ്തോ? ഇല്ല, എനിക്ക് തോന്നുന്നു തിയേറ്ററിൽ അന്നും കാണാൻ പറ്റാതെ മിസ്സായ പലരും ഇപ്പൊ OTT ഇറങ്ങിയപ്പോ കണ്ട് അവരുടെ റിവ്യൂസ് അറിയിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് സന്തോഷം ഉള്ള കാര്യം തന്നെയാണ്. പക്ഷെ അവര് തിയേറ്ററിൽ കണ്ടായിരുന്നിരുന്നെങ്കിൽ കുറച്ചും കൂടെ നല്ലതായിരുന്നു. തീർച്ചയായിട്ടും തിയേറ്ററിലാണ് ഒരു സിനിമ വിജയിക്കുമ്പോൾ നമുക്ക് ഒരു ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത് തിയേറ്ററിൽ തന്നെയാണ്. ഉറപ്പായിട്ടും. അപ്പൊ ഞാൻ ചോദിക്കുന്നത് സുഖമാണോ എന്ന് പറയുന്ന മൂവി ഇപ്പോ തിയേറ്ററിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഒരു സിനിമ മാത്യു തെരഞ്ഞെടുക്കുന്നു എന്ന് പറയുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ വെച്ചുകൊണ്ടാണ് ഒരു സിനിമയിലേക്ക് ഇന്നാവുന്നത്? ഇപ്പൊ സുഖമാണോ ഈ സിനിമയിൽ എന്നെ സംബന്ധിച്ചോളം ഞാൻ ഇതിന്റെ കഥ കേട്ടപ്പോ ഞാൻ ചെയ്യുന്ന ക്യാരക്ടർ തിയോ എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ. അപ്പൊ ആ ക്യാരക്ടറിന്റെ അവസ്ഥയും അല്ലെങ്കിൽ ആ ക്യാരക്ടറിന്റെ കഥയും ആ ക്യാരക്ടറിന്റെ ഇതെല്ലാം കേട്ടപ്പോ എനിക്ക് ആ തിയോ എന്നൊരു കഥാപാത്രത്തിനോട് എന്താ പറയാ ഒരു ഇമോഷണൽ കണക്റ്റും ഒരു എന്താ പറയാ ഒരു അവനായിട്ട് ഭയങ്കരമായിട്ട് സിമ്പത്തൈസ് ചെയ്യാൻ പറ്റി എനിക്ക്. അപ്പൊ ഓൾസോ അറ്റ് ദ സെയിം ടൈം എന്താ പറയാ, ഇപ്പൊ തിയോ സംബന്ധിച്ചോളം വളരെ ചെറുപ്പം മുതലേ അവന്റേതായിട്ടുള്ള കാരണങ്ങളല്ലാണ്ട് ഒറ്റപ്പെട്ടു പോയ ഒരാളാണ്. അപ്പൊ അവനീ ഒറ്റപ്പെടലിൽ നിന്ന് അവൻ നോക്കുമ്പോ എന്താ അവന്റെ ചുറ്റും ആൾക്കാര് ഫാമിലി ആയിട്ട് എൻജോയ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഫ്രണ്ട്സ് ആയിട്ട് എൻജോയ് ചെയ്യുന്നു. അപ്പൊ ഇതൊക്കെ കാണുമ്പോൾ അവനും ആഗ്രഹിക്കുകയാണ് അവന്റെ ജീവിതത്തിലും എന്താ പറയാ, അവന്റെ ജീവിതത്തിലും ഒരു അവന് സന്തോഷവും വിഷമവും ഒക്കെ പങ്കിടാൻ പറ്റിയ ഒരാളോ അല്ലെങ്കിൽ ആൾക്കാരൊക്കെ വേണം, അവനും ഇങ്ങനത്തെ മൊമെന്റുകളൊക്കെ ജീവിതത്തിൽ വേണം എന്നൊക്കെ ഉള്ള ഒരു തീരുമാനത്തിൽ നിന്നും അവന്റേതായ രീതിയിലൊക്കെ ഒരു ഫാമിലി തുടങ്ങി. അല്ലെങ്കിൽ എങ്ങനെയാണ് അവൻ ശരിക്കുള്ള ബന്ധങ്ങൾ ഉണ്ടാക്കുന്നത്, എങ്ങനെയാണ് അങ്ങനത്തെ ആൾക്കാരെ കണ്ടുമുട്ടുന്നത് എന്നൊക്കെ ഉള്ളൊരു സിനിമയാണ്. അപ്പൊ ആ കഥയൊക്കെ നമുക്ക് ആ കഥ ഒരു സിനിമയായിട്ട് വന്നാൽ, അല്ലെങ്കിൽ തിയോന്റെ കഥ സിനിമയായിട്ട് വന്നാൽ ആൾക്കാർക്ക് ഇഷ്ടപ്പെടും, അല്ലെങ്കിൽ എവിടെയൊക്കെ ആൾക്കാർക്ക് എന്താ പറയാ ഒരു കണക്ഷനൊക്കെ തോന്നും എന്നുള്ളൊരു വിശ്വാസത്തിൽ തന്നെയാണ് എനിക്ക് തോന്നിയത് ഈ ക്യാരക്ടറിനും. പിന്നെ ഓൾസോ ഞാൻ ഫ്രണ്ട്സിന്റെ ഒക്കെ ഇമ്പോർട്ടൻസ് കുറച്ചും കൂടെ എനിക്ക് നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ ഒരാളുണ്ടാവുക എന്ന് പറയുന്നത് വളരെ വലിയൊരു ഭാഗ്യമാണ്. നമ്മുടെ കൂടെ നമുക്ക് ടൈം സ്പെൻഡ് ചെയ്യാനും നമ്മുടെ ഒപ്പം ഉണ്ടാവാനൊക്കെ ആൾക്കാരുണ്ടാവുക എന്ന് പറയുന്നത് വലിയൊരു ഭാഗ്യമാണ്. അപ്പൊ അതൊക്കെ റിയലൈസ് ചെയ്യാനൊക്കെ എന്നെ ഈ കഥ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ആൾക്കാർക്കും അതേ ഫീലിംഗ് തന്നെ കിട്ടുന്നുണ്ട് എന്നൊക്കെയാണ് പ്രതീക്ഷ. ശരിക്കും മാത്യു എന്ന് പറയുന്ന നടൻ ഒരു വിപ്ലവത്തിന് തുടക്കം കുറിച്ച ഒരാളാണെന്ന് പറയാം. കാരണം തണ്ണീർമത്തൻ ദിനങ്ങൾ എന്ന് പറഞ്ഞ ഒരു സിനിമ സൂപ്പർ ഹിറ്റ് ആയതോട് കൂടിയിട്ട് ഇപ്പോ മാത്യുവിന്റെ ഒക്കെ ഒരു ഏജിലുള്ള ഒരുപാട് താരങ്ങൾ വന്നു. അതായത് ഇപ്പൊ നമ്മളൊരു സൂപ്പർ സ്റ്റാർ സീനിയേഴ്സ് ആയിട്ടുള്ള ഒരു താരങ്ങളുണ്ട്. ഇപ്പൊ പൃഥ്വിരാജ്, അങ്ങനെ അവരുടെ ഒരു സ്റ്റാർഡം നിലനിൽക്കുന്ന ദുൽഖർ, അവരുടെ ഒരു സ്റ്റാർഡം നിലനിൽക്കുന്ന ഒരു ലെവലുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള താരങ്ങൾ ഇപ്പോ പിന്നെ നെസ്ലിനും മാത്യുവും ഒക്കെ ചേർന്നിട്ട് വേറൊരു താരങ്ങൾ വേറെ രീതിയിൽ വന്നു. കാരണം ഈ 3 കാറ്റഗറിയിലും ഒറ്റയ്ക്ക് സിനിമ വിജയിപ്പിക്കാൻ പറ്റുന്ന താരങ്ങളാണ്. അപ്പൊ ശരിക്കും അതിന് തുടക്കം കുറിച്ചത് മാത്യു ആണ് എന്നുള്ളത് നമുക്ക് തോന്നാറുണ്ട്. അങ്ങനെ ചിന്തിച്ചിട്ടുണ്ട്? ഒരിക്കലും അല്ല, തുടക്കം ഇട്ടത് ഒരിക്കലും ഞാനല്ല. അതിന്റെ ക്രെഡിറ്റ് പോകേണ്ടത് ഗിരീഷ് ഏടിക്കും ആ സിനിമയുടെ പ്രൊഡ്യൂസേഴ്സിനും ടെക്നീഷ്യൻസിനാണ്. കാരണം അവരങ്ങനെ ഒരു ധൈര്യം കാണിച്ചില്ലായിരുന്നെങ്കിൽ ഇന്ന് ഞങ്ങൾക്ക് ആർക്കും ഇങ്ങനത്തെ ഒരു സ്പേസ് ഉണ്ടാവില്ല. അപ്പോ ഡെഫിനറ്റ്ലി ഗിരീഷ് ഏടി എന്നുള്ളൊരു ഡയറക്ടറിനാണ് അത് എഴുതിയ ഡിനോയ് പൗലോസ്. ഗിരീഷ് ഏടിക്കാണ് അതിന്റെ ഒരു മെയിൻ ക്രെഡിറ്റ് കൊടുക്കേണ്ടത്. കാരണം പുള്ളിയാണ് അന്ന് അങ്ങനത്തെ ഒരു സിനിമ ഡയറക്ട് ചെയ്യുമ്പോൾ ആ ക്യാരക്ടർ ചെയ്യാൻ
വേറൊരു യൂഷ്വലി ആ സമയത്ത് ഉണ്ടായിരുന്ന ഒരു പാറ്റേൺ എങ്ങനെയാന്ന് വെച്ചാൽ കുറച്ചും കൂടെ വേറൊരു ആക്ടർ ആയിരിക്കും ചിലപ്പോ ചെറുപ്പകാലമൊക്കെ ചെയ്യുന്നത്. അപ്പൊ അത് മാറി ആ ക്യാരക്ടർ ചെയ്യാൻ ആ ക്യാരക്ടറിന്റെ തന്നെ ഏജ് ആയിട്ടുള്ള ഒരു ആർട്ടിസ്റ്റിനെ കണ്ടുപിടിക്കാൻ നമുക്ക് അവരെ വെച്ചിട്ടൊക്കെ കഥ പറയാമെന്നുള്ളൊരു തീരുമാനം എടുക്കുന്നത് ഗിരീഷ് ഷേഡി എന്നുള്ളൊരു സംവിധായകനാണ്. പിന്നെയും തുടർന്ന് ഗിരീഷ് ഷേഡി ചെയ്ത സിനിമകൾ സൂപ്പർ ശരണി ആയിക്കോട്ടെ, പ്രേമിലും ആയിക്കോട്ടെ, കാതലിനായിക്കോട്ടെ, ഇതൊക്കെ ആ ഏജ് ഉള്ള ആർട്ടിസ്റ്റുകൾ വെച്ചിട്ട് അങ്ങനത്തെ ഒരു സ്പേസ് ഉണ്ടാക്കിയെടുത്തത് ഗിരീഷ് ഷേഡിയാണ്. അങ്ങനെയാണ് ബാക്കിയുള്ള ആൾക്കാരെയും മോട്ടിവേറ്റ് ചെയ്യുന്ന ഇങ്ങനത്തെ സിനിമകളും ഇങ്ങനത്തെ ആൾക്കാരുടെ കഥകളും നമുക്ക് പറയാം എന്നൊക്കെ ഉള്ള ആ ഒരു ഇത് തന്നെ. അപ്പൊ ഗിരീഷ് ഷേഡിയാണ് ആ വിപ്ലവം സൃഷ്ടിച്ചത്, ഒരിക്കലും ഞാനല്ല. അതുപോലെ തന്നെ നിങ്ങളുടെ ഒരു സൗഹൃദം പലപ്പോഴായിട്ട് നെസ്ലിനുമായിട്ടും അതുപോലെ തന്നെ നമ്മൾ പല സ്റ്റേജുകളിലൊക്കെ കാണാറുണ്ട്. നിങ്ങൾ ഭയങ്കര രസമായിട്ട് അങ്ങോട്ടും കൗണ്ടർ അടിക്കുന്നതൊക്കെ. അപ്പൊ ആ ഒരു സൗഹൃദത്തെ പറ്റി പറയുകയാണെങ്കിൽ ഭയങ്കര സന്തോഷമാണ് അങ്ങനെ ഒരാളുടെ ഒപ്പം ഒരുമിച്ച് തുടങ്ങാനും എപ്പോഴും കുറെ കൂടുതൽ സിനിമകൾ ചെയ്യാനും ഒക്കെ പറ്റിയതിൽ ഭയങ്കര അധികം സന്തോഷമുണ്ട്. പിന്നെ അവൻ ഓരോ സിനിമകളുടെ ഭാഗമാകുമ്പോഴും ആ സിനിമകൾ വൻ എന്താ പറയാ റെക്കോർഡുകളും അല്ലെങ്കിൽ നല്ല അടിപൊളിയായിട്ട് പാൻ ഇന്ത്യയിൽ ഓടുമ്പോഴൊക്കെ ഭയങ്കര സന്തോഷമാണ്, ഭയങ്കര അഭിമാനമുണ്ട്. എന്താ പറയാ ഭയങ്കര അടുത്തൊരു സുഹൃത്തുമാണ്. അപ്പൊ അതുകൊണ്ട് നമുക്ക് എന്തോ വിളിച്ചു പറയാനും ഒക്കെ ഉള്ളൊരു ഒരുമിച്ച് തുടങ്ങിയോണ്ട് തന്നെ നമുക്ക് നമ്മുടെ ഇതൊക്കെ ഷെയർ ചെയ്യാനൊക്കെ അങ്ങനെ ഒരാളുണ്ടാവാന്ന് പറഞ്ഞാൽ വലിയൊരു ഭാഗ്യമാണ്. ഓക്കെ, ഇപ്പൊ നമ്മള് പിന്നെ കുമ്പളങ്ങി നൈറ്റ്സ് എന്ന് പറയുന്ന മൂവി കഴിഞ്ഞു, അതൊരു തണ്ണീർമത്തൻ ദിനങ്ങൾ എന്ന് പറയുന്ന മൂവി വന്നു. അപ്പൊ ഈ തണ്ണീർമത്തൻ ദിനങ്ങളിൽ നെസ്ലിനെ പോലുള്ള താരങ്ങളൊക്കെ വന്നു കഴിഞ്ഞപ്പോ അന്ന് കണ്ടിരുന്നു. ഇപ്പൊ ഇങ്ങനെ നമുക്ക് തോന്നൂലേ ഇവൻ കേറിപ്പോ, പണ്ട് മമ്മൂക്ക പറഞ്ഞിട്ടുണ്ട് ലാലേട്ടനെ സിനിമ കണ്ടപ്പോ ഇവൻ കേറിപ്പോവാൻ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞ പോലെ അങ്ങനെ എപ്പോഴെങ്കിലും തോന്നിയിരുന്നോ? അല്ല, ഉറപ്പായിട്ടും നെസ്ലിന്റേതായ ഒരു എന്താ പറയാ ക്വാളിറ്റീസും അവന്റേതായിട്ടുള്ള യുണീക് ട്രേറ്റ്സും ഉണ്ട്. അപ്പൊ ഉറപ്പായിട്ടും അതിപ്പോ ഞാൻ കണ്ടില്ലായിരുന്നെങ്കിലും കണ്ടാലും ഒക്കെ അവന് കഴിവുള്ളതുകൊണ്ട് തന്നെയാണ് അവൻ ഡിസേർവ് ചെയ്യുന്നതാണിത്. അവന്റെ ഹാർഡ് വർക്കിനുള്ള അപ്രിസിയേഷൻ ആണ് ഇപ്പൊ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഉറപ്പായിട്ടും ഇനിയും ഒരുപാട് പോകാനുള്ള ഒരാളാണ്. ഇനിയും എക്സ്പ്ലോർ ചെയ്യാൻ കുറെ ഏരിയാസ് ഉള്ള ഒരു ആക്ടർ ആണെന്നാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് നെസ്ലിന്. തീർച്ചയായിട്ടും. ഇനി മാത്യുവിന്റെ പുതുതായിട്ട് വരാനിരിക്കുന്ന ചിത്രങ്ങൾ ഒക്കെ പറയുകയാണെങ്കിലും എനിക്ക് ഉടനെ റിലീസ് ഉള്ളത് ഉടുമ്പൻചോല വിഷയമാണ്. അത് ഈ പറഞ്ഞ പോലെ ഈ വർഷം തന്നെ ഉണ്ടാവും. പിന്നെ ഒരു സിനിമയുടെ ഷൂട്ടും നടക്കുന്നുണ്ട്. ഓക്കെ, ഇപ്പോ നമുക്ക് സിനിമ സ്വാഭാവികമായിട്ടും കോമ്പറ്റീഷൻ വളരെ കൂടുതലുള്ള ഒരു മേഖലയാണ്. പ്രത്യേകിച്ച് ഇപ്പോ ഈ സോഷ്യൽ മീഡിയ താരങ്ങൾ ഒരുപാട് പേര് സിനിമയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. അപ്പൊ നമ്മളെ സ്വയം പോളിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമ്മൾ ഈ ഒരു ഫീൽഡിൽ തന്നെ നിലനിൽക്കാൻ വേണ്ടിയിട്ട് പർപ്പസ്ഫുള്ളി ചെയ്യുന്ന എന്തെങ്കിലും കാര്യങ്ങളുണ്ട്. ചിലപ്പോൾ സിനിമയുടെ തെരഞ്ഞെടുപ്പായിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മളുടെ മുൻപ് വന്നിട്ടുള്ള ഭാവങ്ങൾ പുതിയ സിനിമയിൽ ആവർത്തിക്കാതിരിക്കാനായിരിക്കാം. അങ്ങനെയൊക്കെയുള്ള എന്തെങ്കിലുമൊക്കെ തയ്യാറെടുപ്പുകൾ നടത്താറുണ്ടോ? അല്ല, ഉറപ്പായിട്ടും. അതിപ്പോ ഇങ്ങനെ ഒരു കോമ്പറ്റീഷൻ ഉള്ളത് കൊണ്ട് മാത്രമല്ല, ഞാൻ അങ്ങനെ ഒരിക്കലും ബോധേഡായിട്ടില്ല. അങ്ങനെ ഒരു കോമ്പറ്റീഷൻ അല്ലെങ്കിൽ കുറെ പുതിയ ആൾക്കാർ വരേണ്ടത് എനിക്കൊരു പ്രശ്നമാണ് എന്നുള്ളത് ഞാൻ വിശ്വസിക്കുന്നില്ല. ഞാൻ ചെയ്യുന്നത് ഏറ്റവും ബെസ്റ്റ് ആയിട്ടും ബെറ്റർ ആയിട്ടും ചെയ്യുക, എന്റെ പ്രീവിയസ് സിനിമയിൽ നിന്ന് മെച്ചപ്പെടാൻ ശ്രമിക്കുക. പേഴ്സണലി നമ്മൾക്ക് ഒരു ഗ്രോത്ത് വേണമല്ലോ. നമുക്കും അതാണല്ലോ ഇൻട്രസ്റ്റിംഗ്. നമ്മളും എപ്പോഴും ഒരേപോലെ ചെയ്തുകൊണ്ടിരുന്ന നമുക്കും ബോറടിക്കുമല്ലോ. അപ്പൊ അത് ഉറപ്പായിട്ടും ഞാൻ ഇപ്പൊ ഈ പറഞ്ഞ കോമ്പറ്റീഷനുകളിലെ പോലും എന്നെ സംബന്ധിച്ചോളം ഞാൻ ഇതിൽ വർക്ക് ചെയ്യുന്നതിന്റെ ഏറ്റവും എക്സൈറ്റ്മെന്റ് ആയിട്ടുള്ള ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത് എന്നെ തന്നെ വീണ്ടും ബെറ്റർ ആക്കാൻ ശ്രമിക്കുക, എന്റെ പ്രീവിയസ് മിസ്റ്റേക്കുകളിൽ നിന്ന് പഠിച്ച് അതൊക്കെ തിരുത്തുക, നല്ല സിനിമകളുടെ ഭാഗമാവുക, നല്ല സിനിമ ചെയ്യാൻ ജെന്യുവൻലി ശ്രമിക്കുക, അതിനുവേണ്ടി കഷ്ടപ്പെടുക എന്നുള്ളതൊക്കെയാണ്. അപ്പൊ അതൊക്കെ എപ്പോഴും ചെയ്യുന്നൊരു കാര്യം തന്നെയാണ്. ഇപ്പോ അവാർഡുകളിലേക്കോ കാര്യങ്ങളിലേക്കോ ഒക്കെ നോക്കുകയാണെങ്കിൽ ഇപ്പോ ആദ്യമൊക്കെ അവാർഡ് കിട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള സിനിമകൾ അങ്ങനെയൊക്കെ പ്ലാൻ ചെയ്യുമായിരുന്നു എന്ന് കേട്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഏതെങ്കിലും സിനിമകളിലൊക്കെ പ്ലാൻ ചെയ്യണമെന്നോ, അങ്ങനെ ഇപ്പൊ ഒരു നാഷണൽ അവാർഡ് കിട്ടും, അപ്പൊ നമ്മളൊരു ആഗ്രഹം ഉണ്ടാവില്ലേ നമുക്ക് ഇന്ന പോലെ ചിലപ്പോൾ ഓസ്കാർ കിട്ടുന്നതായിരിക്കും, അങ്ങനെയുള്ള ആഗ്രഹങ്ങളൊക്കെ പറയുകയാണെങ്കിൽ? എന്നെ സംബന്ധിച്ചോളം നമുക്ക് തിയേറ്ററിലെ ആൾക്കാർക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുക, അത് നന്നായിട്ട് മുന്നോട്ട് നല്ലൊരു പ്രദർശനം അതിന് കിട്ടുക എന്നുള്ളതൊക്കെയാണ് എന്നെ സംബന്ധിച്ചുള്ള ഏറ്റവും വലിയ വിജയം. എനിക്ക് അങ്ങനെ ഒരു അവാർഡിന് വേണ്ടി ഞാനൊരു സിനിമ ചെയ്യണമെന്നോ അങ്ങനെ ഞാൻ ആഗ്രഹിക്കുന്നില്ല. എപ്പോഴും ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കണം, നമ്മളെല്ലാവരും നല്ല സിനിമ ചെയ്യാൻ തന്നെയാണ് ശ്രമിക്കുന്നത്. എന്നാൽ പോലും ആൾക്കാർക്ക് നല്ല രീതിയിൽ ഇഷ്ടപ്പെടുകയും ഒക്കെ ചെയ്യുന്ന സിനിമകളുടെ ഭാഗമാവാൻ പറ്റണേ എന്നുള്ളതാണ് ഏറ്റവും വലിയ ആഗ്രഹവും. അതിനു വേണ്ടിയാണ് ഏറ്റവും ശ്രമിക്കുന്നത്. ഓക്കെ മാത്യു, എന്തായാലും വളരെയധികം സന്തോഷം സംസാരിക്കാൻ കഴിഞ്ഞതിൽ. ആൻഡ് ഓൾ ദ ബെസ്റ്റ്. ഇനി വരുന്ന ചിത്രങ്ങളും ഈ സിനിമയും എല്ലാം തന്നെ വലിയ വലിയ വിജയമായിട്ട് മാറട്ടെ എന്നുള്ള ആത്മാർത്ഥമായിട്ട് ആശംസിക്കുകയാണ്. ഗംഭീരമാവട്ടെ. താങ്ക് യു സോ മച്ച്. താങ്ക് യു. ഓക്കെ, താങ്ക് യു.